بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم يسر ولا تعسر رب زدنا علما كثيرا. ഏറെ സ്നേഹബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ, ഇരുത്തത്തെയൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ആരെങ്കിലും ഒരാൾ സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തോളൂ, എന്നിട്ട് ഞാൻ പിന്നെ ഓരോരുത്തരും വിളിക്കും. السلام عليكم വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പിന്നെ ഹർഫുകൾ, ഹെവി ലെറ്റേഴ്സ് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ചൊരു ഇതായി പോകുന്നുണ്ട്. അത് ഹർഫ് മഖ്റജായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം. നമ്മൾ പഠിച്ച വിഷയങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 1, 2, 3 ഹാലുകൾ ലെറ്ററിനെ കുറിച്ച് പഠിപ്പിച്ചു, ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഹാല് 1, 2, 3, 4 3 ഹാലുകൾ പഠിച്ചു. ഇത് നമ്മൾ പഠിച്ചു, കുറച്ചൊക്കെ നോക്കി. പിന്നെ 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 ഇങ്ങനെ വന്നു കയറ്റി നമ്മൾ പുതിയ ഹാലിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗത്തേക്ക്. മൈക്ക് തുറന്ന് നിൽക്കുന്ന ആൾ മൈക്ക് ഓഫാക്കിയാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ പുതിയ ഹാലിലേക്കാണ് പോകുന്നത്. 4, 5, 6 ഹാലിലേക്ക്. ഹാലിന് പറയുന്ന പേരാണ് ഹാലുൽ മദ്. മദ്ദിൻ്റെ ഹാല് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മദ്ദിൻ്റെ ഹാല് കേട്ടോ. പിന്നെ അത് 4ാമത്തെ ഹാല് ഫത്ഹ അലിഫ് മദ്ദാണ്. ഫത്ഹ അലിഫ് മദ്, ഫത്ഹ കസ്റ ദമ്മ കഴിഞ്ഞു. പിന്നെ ഹുറൂഫുൽ മദ്, മദ്ദക്ഷരങ്ങൾ അലിഫ് യാ വാ. ഇപ്പം നമ്മൾ മദ്ദിൻ്റെ ഹാലാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ മദ്ദിൻ്റെ അക്ഷരം ഏതാണെന്നുള്ളൊരു ചോദ്യം വരും. അതാണ് ഇത്, അലിഫ് യാ വാവ്. അതായത് ഫത്ഹ അലിഫ് മദ്, കെസ്ര യ മദ്, ദൊമ്മ വാ മദ്, ഇങ്ങനെ 3 എണ്ണത്തിലേക്ക്, 4, 5, 6 ഹാലിലേക്ക്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹുറൂഫുൽ മദ്, മദ്ദിൻ്റെ അക്ഷരങ്ങൾ. ഇത് നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഫത്ഹ അലിഫ് മദ് അല്ലേ, ഫത്ഹ അലിഫ് മദ്, കെസ്ര യ മദ്, ദൊമ്മ വാവ് മദ്. ഓക്കെ, ഫത്ഹ അലിഫ് മദ്, കസ്ര യ മദ്, ദൊമ്മ വാവ് മദ്, 4, 5, 6 ഹാലുകൾ. ഓക്കെ, ഫത്ഹ അലിഫ് മദ്, കസ്ര യ മദ്, ദൊമ്മ വാവ് മദ്, മറന്നു പോകരുത്. അപ്പോൾ അതിങ്ങനെയാണ്: ആ ഇ ഉ ബ ബി ബു ത തി തു. ഇനി നമുക്ക് ഓരോന്നിലേക്ക് പോകാം. ഓക്കെ, ഇത് നോക്കൂ നിങ്ങൾ. 1ാമത്തെ ഹാലിന് പിന്നെ ഇത് കൊടുത്തിട്ടുള്ളതാണ്. അതായത് 1ാമത്തെ ഹാലാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഒക്കെ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഹംസ ഫത്ഹ അലിഫ് മദ് ആ, ബ ഫത്ഹ അലിഫ് മദ് ബ, ത ഫത്ഹ അലിഫ് മദ് ത, സ ഫത്ഹ അലിഫ് മദ് സ, ജീം ഫത്ഹ അലിഫ് മദ് ജ, ഹ ഫത്ഹ അലിഫ് മദ് ഹ. പേര് മറന്നുപോയി, ഞാൻ പേര് വിളിച്ചു നോക്കാനാണ്, പേര് മറന്നു. സഫിയത്ത, ഹ ഫത്ഹ അലിഫ് മദ് ഹ. അടുത്തതൊന്ന് പറയൂ. ഖ ഫത്ഹ അലിഫ് മദ് ഖ. ക്ലിയർ ആണോ പറഞ്ഞത്? അല്ല, ഖ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖ. ഖ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖ. വെരി ഗുഡ്.
അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ താങ്ക് യു, ശുക്രൻ. മറന്നുപോയതാ. മറക്കാൻ പാടില്ല. ദാൽ ഫത്ഹ അലിഫ് മദ് ദ, ദാൽ ഫത്ഹ അലിഫ് മദ് ദ. അടുത്തത് ആരാണ് പറയുന്നത്? ജസീർക്ക, അടുത്തതൊന്ന് തേജ് ഞാൻ പറഞ്ഞതുപോലെ പറയൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദാൽ ഫത്ഹ അലിഫ് മദ് ദ. അടുത്തത് ജസീർക്ക അല്ലേ? ഉണ്ട്. റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ റാ. വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീ. സായ് ഫത്ഹ അലിഫ് മദ് സ, സീൻ ഫത്ഹ അലിഫ് മദ് സ, ഷീൻ ഫത്ഹ അലിഫ് മദ് ഷ. അടുത്ത ഒരാളെ വിളിക്കുകയാണ്. അഷ്റഫ് സാഹിബ് ഫ്രം അബുദാബി. മുഹമ്മദ് അഷ്റഫ് സാഹിബ് ഉണ്ടോ? മുട്ടയിൽ സ്വാദ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ സ്വാ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ആയിഷ താത്ത ഓതു. അടുത്തത് പറയൂ, അടുത്ത വാക്ക്. ആയിഷ താത്ത പറയുന്നില്ല. റംല താത്ത പറയൂ അടുത്ത വാക്ക്. തഹജി പോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ. റംല താത്ത പറയുന്നില്ല. അടുത്തത് നദീറ താത്ത. ഫത്ഹ മുഫഖമ ളാദ് ഫത്ഹ മുഫഖമ ളാ. അലിഫ് മദ്ദും കൂടി ഇല്ലേ റജുലത്ത? അല്ല, റംലത്ത. അലിഫ് മദ് മുഫഖമ ളാ. ലാ അല്ല, ഓക്കെ. അടുത്ത ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അടുത്തത് നസീമത്താത്ത. അടുത്ത വാക്ക് പറയൂ. ത്വാ ഫത്ഹ മുഫഖമ ത്വാ. കഴിഞ്ഞോ? ത്വാ ഫത്ഹ മുഫഖമ ഒരക്ഷരേ ഉള്ളൂ. ഒന്നാമത്തെ ഹാലാണോ? അല്ലല്ല, ഒന്നാമത്തെ ഹാലാണോ നിങ്ങൾ പറഞ്ഞത്? ഒന്നാമത്തെ ഹാലാണ് ഞാൻ സമ്മതിച്ചു. ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന എത്രാമത്തെ ഹാലാണ്? ത്വാ ഫത്ഹ മാത്രമേ ഉള്ളൂ, മുഫഖമ മാത്രമേ ഉള്ളൂ. അപ്പൊ ത്വാ എന്നാവോ അല്ലെങ്കിൽ ത്വാ മാത്രമാവണോ ആവുക? ത്വാ ഫത്ഹ അലിഫ് മദ് മുഫഖമ ത്വാ. ത്വാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ത്വാ. പറയൂ. ത്വാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ത്വാ. ഓക്കെ. ളാദ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ളാ. ഓക്കെ. ഐൻ ഫത്ഹ അലിഫ് മദ് ആ. അടുത്ത ഐൻ ഫത്ഹ മുഫഖമ ഐനല്ല, ഐൻ കഴിഞ്ഞിട്ട് അടുത്ത്. സോറി, അത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കല്ലേ വണ്ടി നിർത്തിട്ടാ. ഐൻ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ആ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബറക്കല്ലാഹ്. ഷമീല. ഹിബ. ഈ രണ്ടു വട്ടം മുഫഖമ എന്ന് പറയുന്നത് എന്തിനാ? അതും മുഫഖമയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും കൂടി ആഡ് ആയതാണല്ലോ. ഇവിടെ മാത്രമേ ഉള്ളൂ മുഫഖമ വരുന്നുള്ളൂ, നമ്മൾ പഠിച്ചല്ലേ. അലിഫ് എപ്പോഴാണ്? മുഫഖമയുടെ അക്ഷരങ്ങൾ വരുന്ന മാത്രേനാ? അതായത് മുഫഖമയായ അക്ഷരത്തിന്റെ കൂടെ അലിഫ് മദ് വരുമ്പോൾ അലിഫ് മദ് മുഫഖമയാവുന്ന് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? മുഫഖമ ദായിം എന്ന് പറഞ്ഞ അലിഫ് ലാം റാ ചില സമയങ്ങളിൽ മുഫഖമാവുന്നത് അത് അലിഫ് മുഫഖമാണ് ഹെവി ലെറ്റേഴ്സിന്റെ കൂടെ. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഹിബമോൾ തന്നെ പറഞ്ഞോളൂ. ഫ ഫത്ഹ അലിഫ് മദ് ഫ കഴിഞ്ഞിട്ട് അടുത്ത് പറയൂ. ഖാഫ് ഫത്ഹ അലിഫ് ഖാഫ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ. അതും കൂടി പറയണം. ഓക്കെ. ഇനി ഇത് നമുക്കൊരു പാട്ടായിട്ട് പാടി നോക്കിയാലോ? ഓക്കെ, ആരാന്നു പാടുക ഇതേപോലെ?
കലമനഹവയ. ഒന്ന് ആ ഞാൻ പാടാം സാറേ. ആണുങ്ങൾ ആരോ ഒന്ന് പറഞ്ഞു. ആദ്യം ആണുങ്ങൾ പറയട്ടെ, എന്നിട്ട് പാടട്ടെ. ഞാൻ പറഞ്ഞോ? ആ ആരോ ഒരാൾ പാടാന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആൾ പാടൂ. أبت فجح خو بذرز سشصو ضط ضع غفق كلمنا هوايا. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആള് ഷാഹിദത്താത്ത. ആരെയും പറഞ്ഞത്? ഓക്കെ, ഷാഹിദത്താത്ത. പോയിപ്പോയിക്കുന്നല്ലോ, പിടുത്തം പറ്റി പോയിക്കുന്നല്ലോ. ഫസ്റ്റത്തെ ലൈനൊരു ഓക്കെ, രണ്ടാമത്തെ അവസാനത്തതും മൂന്നാമത്തെ ലൈനും പൊട്ടിപ്പോയി, ആകെ പൊട്ടി തമർന്നുപോയി. ഒന്നുകൂടി ഒന്ന് മൂന്നാമത്തെ ലൈൻ ഒന്ന് പറയും ഒന്നുകൂടി. ഓക്കെ ഓക്കെ, അത് ഒന്നുകൂടി ഹെവി ആവണല്ലോ അല്ലേ, ആ 3-4 അക്ഷരം അത് മാറ്റം വരണപ്പോൾ മാറ്റങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവണം കേട്ടോ. അതേപോലെ അങ്ങനെ വരണം. ഓക്കെ, ഒരാളും കൂടി പാടൂ ഇതേപോലെ, വേഗം പഠിക്കാൻ എളുപ്പാ. പേര് വിളിക്കുന്നില്ല. ഞാൻ പാടാം. ആ ആ ഷംനാദ് ഉണ്ടായിരുന്നു. ഓക്കെ, അക്ഷരങ്ങൾ ഒന്നും കൂടി റെഡിയാക്കാനുണ്ട്. നിങ്ങളും വണ്ടി തന്നെയാണ്, കാറിൽ തന്നെയാണ്? ഓക്കെ ഓക്കെ, ഡ്രൈവിങ്ങിലൊന്നല്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പാട്ട് പാടി പഠിക്കുക കേട്ടോ, ഇത് എളുപ്പമാണ്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ഇത് നോക്കൂ നിങ്ങൾ, ഇത് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. അപ്പോൾ ഹ ഹ, ഹ ഹ, സ സ, സ സ, ല ض, ല ض, ع غ, ع غ, ത ط, ത ط, ത ط, ഖ ق, ഖ ق, ഖ ഖ, ല വ, ല വ, ല വ. ഓക്കെ, ഇതിങ്ങനെ ആരാ ഒന്ന് പറയാം? രണ്ടാൾ ഇതൊന്ന് പറയൂ, ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഹ ഖ സ ഖ ല ض ع غ ന ط ക ഖ ല ള. ഓക്കെ ഓക്കെ, ഒരാളും കൂടി പറഞ്ഞോളൂ. ഹ ഖ സ സ്വ ല ള അ ഖ ഫ ഖ ക ഖ ല ള. ഓക്കെ ഓക്കെ, വലിയ കുഴപ്പമില്ല, ചെറിയ ചെറിയ ഒരു റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഹെവിനെക്കാട്ടിയും പ്രശ്നം അയിന് വളരെ പ്രശ്നമാണ്. നമ്മൾ അയിന് പഠിച്ചതുമാണ്. അയിന് നിങ്ങൾ പറയുന്ന സമയത്ത് വേറെന്തോ ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് കൂടുതൽ ഇതിന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് റെഡിയാക്കാം, സമയമുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ പിന്നെ നാലാമത്തെ ക്ലാസ്സിലേക്ക് തന്നെ പോവാണ്. നാലാമത്തെ ഹാലിൽ പിന്നെ ഫത്ഹ അലിഫ് മദാണ്. അപ്പോൾ ഇതിൽ എന്തുണ്ട്? ഫത്ഹ അലിഫ് മദിൽ അലിഫ് മദ് മുഫഹമയുണ്ട്, മുറക്കക്കയുണ്ട്. അതായത് മുഫഹമയായ അക്ഷരത്തിൻ്റെ കൂടെ അലിഫ് മദ് വരുമ്പോൾ അതും മുഫഹമയാവും. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും നമ്മൾ മാറ്റി മനസ്സിലാക്കിയിട്ട് തന്നെ ഓതണം പറയുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ അക്ഷരങ്ങൾ നിങ്ങളോട് ഓതി വെക്കാൻ പറഞ്ഞത്. ഓതുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവണം. ഓക്കെ,
ഇനി ഇതൊന്ന് തെഹജിയാണ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാക്കുകൾ വരും. ഓക്കെ. ഖ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖ. പിന്നെ ലാം കസ്ര ലി ഖാലി. ഖാഫ് ദമ്മ ഖു ഖാലിഖു ഖാലിഖു ഖാലിഖു. രണ്ട് അപ്പുറം ഇപ്പുറം ഹെവിയാണ്, നടുത്തത് ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ. ഇനി കുറച്ച് വാക്കുകൾ തെഹജ് ചെയ്യാൻ തരാം. അത് നിങ്ങളിൽ ഓരോരുത്തർ ആരെങ്കിലും ഓരോ ആൾ ആയിട്ട് തെഹജ് പറഞ്ഞോളൂ. സ്വാദ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ സ്വാ ലാം കസ്ര ലി സ്വാലി ഹ ഫത്ഹ ഹ അല്ല, ഹ അലിഫ് ഫത്ഹ മദ് ഒപ്പരം പറയണോ? ഹ ഫത്ഹ അലിഫ് മദ് ആ സ്വാലിഹ ആ താ കസ്ര. ഫ കസ്ര തി സ്വാലിഹാതി. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അടുത്ത് ഇതാരാ? വാ വാവ് ഫത്ഹ വാ ഖാഫ് ഫത്ഹ വാവ് ഫത്ഹ വാ ഖാഫ് ഫത്ഹ ഖ മുഫഖ ഖാഫ് ഫത്ഹ. ഒന്നുകൂടെ പറയട്ടെ. വാവ് ഫത്ഹ വാ ഖാഫ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖ വഖ ലാം ഫത്ഹ ല വഖാല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അടുത്ത ആൾ ആരാ പറയുന്നത്? വേഗം വേഗം പറഞ്ഞോളൂ. ഖാഫ് ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ഖ. ത ഫത്ഹ ത ഖാത. ലാം ഫത്ഹ ല ഖാതല. ഇസ്മുൽ ജലാല അല്ലാഹു. ചേർത്തോളൂ. ഖാതലല്ലാഹു. വെരി ഗുഡ്, അൽഹംദുലില്ലാ. നമുക്ക് അള്ളാഹു എന്ന് വരുമ്പോ ഇസ്മുൽ ജലാൽ അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ആ മതി മതി മതി. ഇസ്മുൽ ജലാല അല്ലാഹു. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഇപ്പം പറഞ്ഞത് തന്നെയാണ്, തദ്രീബാത്താണ്, കുറച്ച് ഉദാഹരണങ്ങൾ. ഓക്കെ. ഇതാരാ തഹജ് ചെയ്യുന്നത്? ത്വാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ ത്വാ. അടുത്തത് ബാ ഫത്ഹ ബാ ത്വാബ. വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അടുത്ത ആള് അലിഫ് ഹംസ ഫതഹ അ സ്വാദ് ഫതഹ മുഫഖമ അലിഫ് മദ് മുഫഖമ അസ്വാ ബാ ഫതഹ ബ അസ്വാബ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആള് ജാ ഫതഹ ജാ അല്ല ജാ ജീം. ജീം ഫതഹ ജാ വാ ഫതഹ അലിഫ് മദ് ജവാ ജവാ ബാ ഫതഹ ബ ജവാബ. വെരി ഗുഡ്, അൽഹംദുലില്ലാ. അടുത്ത ആള് നൂൻ ഫതഹ ന കഫ് ഫതഹ അലിഫ് മദ് ക ലാം ഫതഹ ല നകാല. വെരി ഗുഡ്. അടുത്തത് അൽഹംദുലില്ലാ. അലിഫ് മദ് ഹംസ ഫത്ഹ ആ അലിഫ് മദ് എന്നല്ല പറയാത്, അലിഫ് ഹംസ ഫത്ഹ ആ എന്നാണ് അവിടെ വരുന്നത്. അവിടെ അലിഫ് ഇസ് എ ചെയർ ഫോർ ഹംസ എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് അവിടെ അലിഫ് മതി. മദ്ദായിട്ട് വരുമ്പോഴാണ് അലിഫ് മദ് പറയാ, അല്ലെങ്കിൽ അലിഫ് മാത്രം പറഞ്ഞാൽ മതിയേ. അലിഫ് ഹംസ ഫത്ഹ. സോറി, മദ്ദായിട്ട് എന്ന് ഉദ്ദേശിക്കാൻ ഞാൻ ഇപ്പൊ പറയാം, ഇവര് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പറഞ്ഞോളൂ, തഹജ് ചെയ്തോളൂ. അലിഫ് ഹംസ ഫത്ഹ ബാ ഫത്ഹ അലിഫ് മദ് ബാ അബ. നൂൻ ഫത്ഹ അലിഫ് മദ് ന അബാന. ഓക്കെ. ഇനി ഡോക്ടർ സയ്യിദ് ഖാ ചോദിച്ചത് പിന്നെ മദ്ദാവുന്നത് എങ്ങനെയാണെന്നാണ് അല്ലേ? മദ്ദാവുന്നത് നമുക്ക് സിമ്പിളാണ്. നിങ്ങൾ എന്തെങ്കിലും ചിത്രത്തിൽ നോക്കൂ, അലിഫ് പിന്നെ ഹംസക്ക് വന്ന സമയത്തുള്ളതും അലിഫ് മദ്ദായി വന്നിട്ടുള്ളതും രണ്ട് രീതിയിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് അലിഫ് വന്ന അലിഫ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഹംസ വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. മറ്റുള്ളിടത്ത് നോക്കൂ നിങ്ങൾ, ഒന്നുമില്ല അല്ലേ? ഒന്ന് നേരെ അതിനോട് ചേർത്ത് എഴുതിയതൊക്കെ അതേപോലെ തന്നെ ചേർത്ത് എഴുതി. അബാന എന്നുള്ളത് സ്വാ പോ ക, പിന്നെ ജവാബ എന്നുള്ളിടത്ത് വാ,
വ ഫത്ഹ അലിഫ് മദ് അങ്ങനെ വരുന്ന, അതായത് മദ് അക്ഷരമായിട്ട് വരുമ്പം അലിഫ് മദ് എന്നും പറയും. അല്ലാത്ത സമയത്ത് അലിഫ്, ശരിക്കും അതിൻ്റെ പേര് അലിഫ് എന്നാണ്, പക്ഷെ അത് മദ്ദായിട്ട് വരുന്ന സമയത്താണ് എന്ത് അലിഫ് മദ് എന്ന് പറയുന്നത്. അലിഫ് ശരിക്കും ശബ്ദമില്ലാത്തൊരു സംഭവമാണ്, മദ്ദക്ഷരാണ്, മദ്ദിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്, മദ്ദാണ് ശരിക്കും അലിഫിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മദ്ദും അതേപോലെ ഹംസൻ്റെ ചേറുമായിട്ടാണ് അലിഫ് വരുന്നത്. ഓക്കെ ഓക്കെ, അതാരാ പറയുന്നത് അടുത്ത? താ ഫത്ഹ അലിഫ് മദ് താ, ബ ഫത്ഹ ബ, താബ. വെരി ഗുഡ്. അടുത്ത ഇതാരാ? വേഗം വേഗം വേഗം, സമയം പറഞ്ഞോളൂ. ഷീൻ ഫത്ഹ അലിഫ് മദ് ഷാ, നൂൻ കസ്ര നി ഷാനി, ഹംസ ഫത്ഹ അ ഷാനി അ, കഫ് ഫത്ഹ ക ഷാനി അ ക. വെരി ഗുഡ് വെരി ഗുഡ്, അൽഹംദുലില്ലാ. അടുത്തത് വല ജിദാല, ആരാണ്? വേഗം വേഗം. വ ഫതഹ വ, ലാം ഫതഹ അലിഫ് അലിഫ് മദ് ല, വല, ജീൻ കസറ ജി, വല ജി, ദാൽ ഫതഹ ദ, ദാൽ ഫതഹ അലിഫ് ഫതഹ, ദാൽ ഫതഹ അലിഫ് മദ് ദ, അലിഫ് ജിദ, മദ് അലിഫ് ദ, വല ജിദ, വല അവിടെ ലാം നിന്നോട്ടെ. ഫതഹ ജിദ, ലാം ഫതഹ ല, ജിദാല, വല ജിദാല. ഓക്കെ വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഒറ്റൊന്നും കൂടി ഉണ്ട്, വല യഖാഫു. വല പറഞ്ഞിട്ട് യഖാഫു പിന്നെ പറയാട്ടോ. പറഞ്ഞോളൂ. ആരോ മൈക്ക് ഓർമ്മല്ലോ, പോയോ? പെട്ടെന്ന് പെട്ടെന്ന്, ആരോ മൈക്ക് തുറന്നിട്ടുണ്ട്, ആരും പറഞ്ഞോട്ടെ, അങ്ങോട്ട് വന്നോട്ടെ. പറഞ്ഞവർക്ക് പറയാൻ പറ്റുമോ? വരാനും ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ, മറ്റോളൂ പറയുന്നില്ല, അപ്പം എന്താ ചെയ്യുക? വാവ് ഫത്ഹ വ, ലാം ഫത്ഹ അലിഫ് മദ് ല, വല, യാ ഫത്ഹ യ, ഖാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ, യഖാ, ഖാ യഖാ, ഫ ലമ്മ ഫു, യഖാഫു, വല യഖാഫു. വെരി ഗുഡ് വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അപ്പോൾ ഫേസ്, അഞ്ചാമത്തെ ഫേസ് കെസ്റായ. ഉസ്താദ് ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ പഴയ സ്ലൈഡിലെ ലാ ഫത്ഹ അലിഫ് മദ് നമുക്ക് അതിന് അല്ലാണ്ടും എഴുതിക്കൂടെ? എങ്ങനെ? ഈ ജിദാൽ എഴുതിയ പോലെ ദാല് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടും ലാക്ക് ശേഷം അങ്ങനെ എഴുതിക്കൂടെ? ലാം അക്ഷരങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ, വാവിന് എഴുതിയ സമയത്ത് അലിഫ് വേറാണ് കാണുന്നത് അല്ലേ? ജിദാല പറഞ്ഞോണ്ട് ദാലിന് വേറാണ് എഴുതിയത്. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു ഇതുണ്ട്, ഖത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ എഴുത്തിൻ്റെ ഒരു സംഭവമുണ്ട്. എഴുത്തിൽ ഓരോന്നും ഓരോ രീതിയിലാണ് വരിക. ഇപ്പോൾ ലാം ഫത്ഹ അലിഫ് മദ് ആണ് വരെങ്കിൽ അവിടെ അങ്ങനെ തന്നെയാണ് വരിക, അല്ലാണ്ട് ലാം ഇട്ടിട്ട് അലിഫ് മറ്റേൻ്റെ മാതിരി ഒറ്റയ്ക്ക് അലിഫിനെ എഴുത്തിലില്ല. അത് ഈ ക്രോസ് പോലെയാണ് എഴുതുക അല്ലേ? ശരി, അത് അങ്ങനെയാണ്. അത് ഖത്തുൽ ഖുർആൻ, അത് ഖുർആൻ്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട അതിൽ കുറേ നമ്മൾ പഠിക്കാനുണ്ട്, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഖത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിശാലമായ ഒരു സംഭവമാണ്. അതിലാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും ഓരോന്ന് എങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു യാന് കുത്തുണ്ടാവില്ല അവസാനത്തിൽ, അതൊക്കെ എഴുത്തിൽ വരുന്ന, നമ്മൾ എഴുതുമ്പോൾ കുത്തിടും, പക്ഷേ ഖുർആനിൻ്റെ അവസാനത്തിൽ വരുന്ന സമയത്ത് യാന് കുത്തുണ്ടാവില്ല. അതൊരു ഖത്തുൽ ഖുർആനാണ്. അപ്പൊ അതിന് കുറെ ഒരു വലിയൊരു വിഷയമാണത്. നമ്മൾ അഞ്ചാമത്തെ ഹാല് കെസ്ര യാമദാണ്, ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഹംസ കെസ്ര യാമദ് ഇ, ബ കെസ്ര യാമദ് ബി, ത കെസ്ര യാമദ് തി, ത കെസ്ര യാമദ് സി, ഇങ്ങനെ പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് റ കെസ്ര യാമദ്, റാ കസ്ര മുറക്കക്ക യ മദ് രീ എന്ന്, ഇങ്ങനെ റാ കസ്ര മുറക്കക്ക യ മദ് രീ, റാ കസ്ര മുറക്കക്ക യ മദ് മുറക്കക്ക രീ എന്നും പറയാം. ഓക്കെ, അത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നേരത്തെ പാടിയതുപോലെ ആർക്കാ പാടാൻ കഴിയുക? നേരത്തെ പാടാത്ത ഒരാൾ പാടുമോ? ഇത് നേരത്തെ പാടിയ പോലെ പറഞ്ഞ പോലെ ഈ ഒന്ന് പാടാൻ കഴിയുമോ?
ഇങ്ങനെ ഇ ബി ടി സി ജി ഹി ഹി. E B T C G H I D Z റി സി രി 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 സി ഷി സി ضي طي ضي عي غي في قي. ലി തി ലി തി ലി തി ലി ലീ ലി ലീ ലീ എന്നല്ല വരെ ദ്വാദാണ്. ضي طي ضي عي غي في قي. ലി തി ലി തി ലി ലി തി ലി ഇ ലി ഫി ഖി കി ലി മി നി ഹി വി ഇ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. E B T C G H I D Z Z Z C Sh C Li T Li Li I I Li Ri Ri Fi ദ്വാദാണ്. ضي طي Ri ضي عي غي في قي كي لي مي ني هي وي. കുറച്ച് പ്രയാസമുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, ഇത് തേജ് ചെയ്യാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം പിന്നെ ഞാൻ ഒന്ന് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ദാൽ കസ്ര യാ മദ് മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മൾ പഠിച്ചതാണ്. ദാൽ കസ്ര യാ മദ് ദി. ഓക്കെ, ആരാണ് ഇത് തേജ് ചെയ്യുന്നത്? വാ ഫത്ഹ വാ ലാം കസ്ര യാ മദ് ഫത്ഹ വലിയ യാമദല്ലല്ലോ. യാ ഫത്ഹ യാ ഫത്ഹ ആ, വാ ഫത്ഹ ലാം കസ്ര വലി യാ വലി. ഫത്ഹ വലിയ. ഓരോന്ന് ഇങ്ങനെ പറയാം. വാ, പിന്നെ ലി വലി വാ യ വലിയ. ഓക്കെ, വാ ഫത്ഹ വാ ലാം കസ്ര ലി യാ വലി ഫത്ഹ യാ വലി പിന്നെ ലിയ യാ ഫത്ഹ. വലിയ യാ ഓക്കെ, വലിയ ദാൽ കസ്ര യാ മദ് ദി 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 നൂൻ കസ്രാനി ദി നൂൻ കസ്രാനി നൂൻ കസ്ര നി ദീനി ആ. വലിയ ദീനി. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്ത ആളാരാ? വായിക്കട്ടെ. ഷെറിൻ. സീൻ ഫത്ഹ അലിഫ് മദ് സാ ജീം കിസ്ര ജി സാ ജി ദാൽ കിസ്ര ദി യാ മദ് ദി സാ ജി ദാൽ കസ്ര ദി യാ മദ് അല്ല വരാ. യാ മദ് ദാൽ കസ്ര യാ മദ് ദി ദാൽ കസ്ര കി അല്ല ട്ടോ, കസ്ര 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 ദാൽ കസ്ര യാ മദ് ദി സാജിദി നൂൻ ഫത്ഹ അലിഫ് നൂൻ ഫത്ഹ സാജിദീന. നൂൻ ഫത്ഹാന സാജിദീന. വെരി ഗുഡ്, അൽഹംദുലില്ലാ. അടുത്ത ആളാരാ? ഐൻ ഫത്ഹ അലിഫ് മദ് ഐൻ ഫത്ഹ അലിഫ് മദ് ആ ഓക്കെ, ആ ക കസ്ര കി ആക്കി വ ആക്കി വല ആക്കി 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 ഫ കസ്ര ഫി ആക്കി ഫി അല്ല, ഫ കസ്ര യാ മദ് ഫി ഫ കസ്ര യാ മദ് ഫി ആക്കി ഫി നൂൻ ഫത്ഹ ന ആക്കിഫീന. ആക്കിഫീന എന്നുള്ള അത് ഐന് ആ എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതൊന്ന് നമ്മൾ ഒന്നും കൂടി ആ എന്നുള്ളത് തൊട്ടടി കുറച്ചും കൂടി മുകളിലേക്ക് ആക്കിയാൽ മതി. ഹലോ സാർ, ഒരു സംശയം. യാ മദ് ആയിട്ട് വരുന്നു, യാ ലെറ്റർ ആയിട്ട് വരുന്നു, തിരിച്ചറിയാം എങ്ങനെ? യാ മദ്ദായി യാ എങ്ങനെ യാ ലെറ്റർ ആയിട്ട് വരുന്നതും യാ മദ്ദായിട്ട് വരുന്നു.
യാ മദ്ദാണെങ്കിൽ അതിന്റെ മുകളിൽ ഹർക്കത്തുകൾ ഒന്നും ഉണ്ടാവില്ല. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹ, കസ്ര, ദൊമ്മ, തൻവീൻ, ഇതുണ്ടല്ലോ, സുക്കൂൻ, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആക്കിഫീന എന്നുള്ള യാന്റെ മുകളിൽ ഒന്നും ഇല്ലല്ലോ. ഫ, കസ്ര, യാന്റെ മുകളിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് മദ്ദാണ്. നേരെ മറിച്ച് അതിന്റെ മുകളിൽ യാന് ഫത്ഹ കൊടുത്തന്നെ ആക്കിഫിയാന, ആക്കിഫിയ എന്ന് യാന് ഫത്ഹ കൊടുത്ത്, അല്ലെങ്കിൽ ആക്കിഫിയു, ദൊമ്മയാണെങ്കിൽ യു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് യാ ആയാലും വാവ് ആയാലും അലിഫ് ആയാലും, അലിഫ് ഖുർആനിൽ എന്തായാലും അലിഫ് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അത് മദ്ദായിട്ടേ വരുള്ളൂ, ഉറപ്പിച്ചോളൂ. പിന്നെ യാവും വാവും അങ്ങനെയല്ല, രണ്ട് അതായത് ഹർക്കത്തായിട്ടും വരുന്നുണ്ട്, പിന്നെ മദ്ദായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കണം. അലിഫ് പിന്നെ ഹംസൻ്റെ ചെയറായിട്ടേ വരുള്ളൂ. അല്ലാത്ത കണ്ടീഷനിലൊക്കെ എന്തായിരിക്കും, ഈ ഒരു ഇതിലാണ്. പിന്നെ ഹംസത്ത് വസ്ൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. എന്നാലും അതിൻ്റെ മുകളിൽ ഇതുണ്ട്. ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് അത് അലിഫിൻ്റെത് ഇതാക്കാം. ഇപ്പം യാമദും വാവുമദും ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഹർക്കത്ത് ഉണ്ടോ നോക്കിയാൽ മതി. ഹർക്കത്ത് ഇല്ലെങ്കിൽ അതെന്താണ്, യാ മദ്ദാണ്, അല്ലെങ്കിൽ വാവ് മദ്ദാണ്. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹ, കസ്ര, ദൊമ്മ, തൻവിൻ ബിൽ ഫത്ഹ, കസ്ര, അങ്ങനത്തെ ഉണ്ടല്ലോ സുക്കൂന്, ആ സംഭവത്തിനാണ് ഹർക്കത്ത് എന്ന് പറഞ്ഞത്. ഹർക്കത്ത് ഉണ്ടെങ്കിൽ അല്ല. ഓക്കെ, അപ്പോൾ ഇതാരാ പാരായണം ചെയ്യുന്നത്? അല്ല, തഹജി പറയുന്നു. മുഫഖമ അലിഫ് മദ് മുഫഖമ റ കാഫ് കസ്ര കി റാഖി ഐൻ കസ്ര റാഖി. നഫീസത്ത മൈക്ക് ഓഫ് ആക്കി. ഐൻ കസ്ര യാ മദ്, ഐൻ കസ്ര യാ മദ് ഐ. ഓക്കെ, റാഖി. ഓക്കെ, വെരി ഗുഡ്. നൂൻ ഫത്ഹ ന റാഖിഈന റാഖി. ഓക്കെ 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 ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അല്ലാ, ഇതാരാ പറയുന്നത് വലുത്? ഞാൻ പറഞ്ഞു. ഫ കസ്ര യാ മദ് ഫി, ദാൽ കസ്ര യാ മദ് ദി, നൂൻ ഫി ദീനി, നൂൻ കസ്ര നീ, ഫി ദീനി, ഇസ്മുൽ ജലാല, ഇസ്മുൽ ജലാലത്തില്ലാഹി, ഫി ദീനില്ലാഹി. ഫി ദീനില്ലാഹി. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഡോക്ടർ സെയ്ദ് സാറ്, സെയ്ദ് ഖാൻ, നിങ്ങൾ നോക്കൂ ഇതിൽ. ഓക്കെ, ഫ കസ്ര യാ മദ്, ഫ കസ്ര യാ മദ് നോക്കൂ നിങ്ങൾ, കുത്തില്ല. ഇവിടെ ദാൽ കസ്ര യാ മദ്, ഇതിൽ കുത്തുണ്ട്. ഇത് രണ്ടും യാ തന്നെയാണ്. അവസാനത്തിൽ വരുമ്പോൾ കുത്തുണ്ടാവില്ല. അപ്പൊ അത് യാ തന്നെയാണ്. പക്ഷെ ഇതിലിപ്പോ ചില സമയത്ത് ഇങ്ങനെ ഇട്ടിങ്ങേറ്റ് ഹർക്കത്ത് കൊടുത്താൽ അത് യാ ആണ്. ഇവിടെ ഇപ്പോൾ അലിഫ് യാമദായിട്ടാണ് വന്നത്. പക്ഷെ ഇതേ കേസിൽ അതിന്റെ മുകളിൽ ഫത്ഹ, കസ്ര, ദൊമ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് യാ ആയിട്ട് തന്നെയാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പൊ ഹർക്കത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെന്തല്ല, യാ അല്ല, പക്ഷെ യാ മദ്ദാണ്. ഇവിടെ നടുവിൽ വരുമ്പോ കുത്തുണ്ടാവും. പിന്നെ ഒറ്റക്കോ അവസാനത്തിൽ വരുമ്പോ എന്തുണ്ടാവില്ല, യാന് കുത്തുണ്ടാവില്ല. അത് ഖുർആനിലെ ഒരു നേരത്തെ പറഞ്ഞ ഹത്തുമായിട്ട് ബന്ധപ്പെട്ട, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ആറാമത്തെ ഹാലും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൊമ്മ വാമദ് കഴിഞ്ഞിട്ട് ഇനിയും പറയാണ്ടായിരുന്നു. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല. നമ്മൾ മൂന്നാമത്തെ ഹാല് പഠിച്ച അതേ സംഭവം തന്നെയാണ്. ഇവിടെ ഹെവി ലെറ്റർ ഹെവി ആയിട്ട് ഉച്ചരിക്കണം. അത് നിങ്ങൾ പാരായണം ചെയ്തുമ്പോൾ ഉച്ചരിച്ചോളൂ. ഊബു തു സു ജു ഹു ഹു ദു ദു റു 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 സു സു ഷു സു ദു തു ദു ഉ ഫു കു കൂലു മൂനു ഹു യു. അത് നിങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഒന്ന് രണ്ട് തഹജ്ജും കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കുക. ഇതാരാണ് ഒന്ന് തഹജ്ജ് ചെയ്യുക? യാ ഫത്ഹ യാ, ബ കസ്ര യാ മദ് ബി യബി, ത ലമ്മ വാവ് മദ് തു യബീതു, നൂൻ ഫത്ഹ ന യബീതൂന. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. നേരത്തെ ഞാൻ പറയാന്ന് പറഞ്ഞ ആള് ഷാഹിദത്താത്തെ അറിഞ്ഞു ആരൊന്ന് ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ തന്നെ. ഫ കസ്ര യാ മദ് ഫി, സ്വാദ് ലമ്മ മുഫഖമ സു, ഫീസു,
ഫീ ഫീ ദാൽ അവിടെ ലമ്മ വാവ് ഫീ അവിടെ നോട്ടോ, സുദൂരി കഴിഞ്ഞിട്ട് ഫീനെ ചേർത്തിയാൽ മതി. ഫീ വേറെ തന്നെയാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാ. ഫാ കസ്റ യാ മദ് ഫി സ്വാദ് ലമ്മ മുഫഖമ സോ ദാൽ ലമ്മ വാവ് മദ് ദു സുദു റാ കസ്റ മുറക്കക്കാരി ഫി സുദൂരി. ഫീ സുദൂരി. ഓക്കെ, ഫി സുദൂരി. ആ ഇതാരാ പറയുന്നത്? ഞാൻ പറയാം സാറേ. നിങ്ങൾ എന്നെ പറഞ്ഞോളി. സെയ്ദ് ഖാൻ പറയും. യാ ഫത്ഹ യാ താ ലമ്മ തു വാ മദ് താ ലമ്മ വാവ് മദ് താ ലമ്മ വാ മദ് തു യതു ബാ ലമ്മ ബു യതൂബു. കണ്ടില്ലേ, ഇവിടെയും എന്താണ് ചേർത്ത് എഴുതാണ് ചെയ്യുന്നത്. യാ ഇന് ഒറ്റക്കല്ല, ഇവിടെ ചേർത്ത് എഴുതിയപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുത്തു കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവസാനത്തിൽ വരുമ്പോഴാണ് എന്ത് യാ ഇന് കുത്തില്ലാത്ത. അല്ലാത്ത സമയത്തൊക്കെ ചേർത്ത് എഴുതിയ നടുവിലൊക്കെ വരികയാണെങ്കിൽ യാ ഇന് കുത്തുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഖുർആൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും യാ ഇൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, കാഫിറൂന് അതൊന്ന് ആരോ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരോ ഒരാൾ പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മൾ അവസാനിപ്പിക്കാം, സമയം ഒരുപാട്. ഫതഹ അലിഫ് മദ് ദാ ഫാ കസ്റ ഫീ റാ ലമ്മ മുറക്കക വാവ് മദ് ഊ റാ ലമ്മ മുറക്കല്ല മുഫഖമ. റാ ലമ്മ മുഫഖമ വാവ് മദ് ഊ കാഫിറു നൂൻ ഫതഹന കാഫിറൂന. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുക. പിന്നെ സൂറത്ത് യാസീൻ പാരായണം മറന്നുകൊണ്ട 3 ആയത്ത് പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ, പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് ഹിഫ്ള് ചെയ്യുക. പിന്നെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൂറത്ത് യാസീന് കംപ്ലീറ്റ് ആക്കണം. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളെല്ലാവരുടെ ഭാഗത്തുണ്ടാകും. 3 ആഴ്ചക്ക് 3 ആയത്തേ ഉള്ളൂ, വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ സൂറത്ത് യാസീന് അതിനെ കൃത്യമായ രീതിയിൽ പാരായണം ചെയ്ത് പഠിച്ചിട്ട് അത് ഹിഫ്ളാക്കിങ്ങായിട്ട് പോകണം. അതിൽ മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പരീക്ഷയ്ക്ക് ചോദ്യം അതിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇന്നിപ്പോൾ എടുത്ത ഭാഗം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. 3 ഹാലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ഹാലുകളും കൃത്യമായിട്ട് പിന്നെ എഴുതി വെക്കണമെന്ന്. ഓരോ ഹർഫിനും ഈ ഹാലുകൾ കൊടുത്തിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. അത് നിങ്ങൾ തെഹജ്ജ് ചെയ്തിങ്ങായിട്ട് ഗ്രൂപ്പിലിടണം. ഗ്രൂപ്പിൽ തെഹജ്ജ് ചെയ്യലൊക്കെ കുറവാണ്. വ്യാഴാഴ്ച അന്ന് എല്ലാം കൂടി ജഗബോഗാണ്. അത് ഒഴിവാക്കിങ്ങായിട്ട് ഒഴിവ് കിട്ടുന്ന ഒരാഴ്ച 5 ദിവസമെങ്കിലും നിങ്ങൾ ഇതിലെ ആക്ടിവിറ്റി സജീവമാക്കുക. ഓരോ ദിവസം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുക, ഓരോ ദിവസം തെഹജ്ജ് ചെയ്ത് കൊടുക്കുക. ഓരോ ദിവസം 4-ാമത്തത് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം പിന്നെ 5-ാമത്തത്, അടുത്ത ദിവസം അടുത്തത്. അതിനൊക്കെ പിന്നെ ആ ഹർഫുകൾ മൊത്തം ഒന്ന് തെഹജ്ജ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അക്ഷരങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയും. അതേപോലെ ഒരു വാക്ക് നിങ്ങൾ തെഹജ്ജും ചെയ്ത് അയക്കുക. അതൊക്കെയാണ് നിങ്ങളെ പിന്നെ ഹോംവർക്ക് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൃത്യമായിട്ട് പഠിച്ച് പാരായണം ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഈ കോഴ്സ് പൂർത്തിയാക്കാനും അള്ളാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെ ആയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രയാസങ്ങളൊക്കെ എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തൊക്കെ പിന്നെ എന്താ പറയുക, ലോകത്തിന് പിന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അള്ളാഹുവിൻ്റെ തന്ത്രങ്ങൾക്ക് അത്ര എവിടെ ഒന്നും എത്തൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ടാവും. അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഇണകൾ, നമ്മളുടെ സുഹൃത്തുക്കൾ,
അധ്യാപകർ, അങ്ങനെ ഒരുപാട് പേരും നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലവും സ്വർഗ്ഗ പൂന്തോപ്പുമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ ഒരു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.